നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലെ ഇടതു വലതു മുന്നണികൾ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നതായി MP അബ്ദുള്ളക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MTA സ്ഥാനാർത്ഥി M മോഹനൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയതായിരുന്നു അദ്ദേഹം. നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് BJPക്ക് അനുകൂലമായി NDAക്ക് അനുകൂലമായി ഒരു തരംഗം തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പല ഏജൻസികളുമായി നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളും ഒന്നൊന്നായി പുറത്തു വരുന്നത്. അവരെല്ലാം എത്തുന്ന കൺക്ലൂഷൻ LDFനോ UDFനോ NDAക്കോ ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിന് സാധ്യത കുറവാണ്. ഒരു അസംബ്ലി, ഒരു തൂക്ക് അസംബ്ലി വരുമെന്നുള്ള കേരളത്തിൻ്റെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, കേരളത്തിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചവരാണ്. കേരളത്തിൽ ഒരു വർഷം റോഡപകടത്തിൽ മരിച്ചു വീണത് 4000-ലധികം ആളുകളാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പോലും അത്ര ആളുകൾ മരിക്കുന്നില്ല. ഞാൻ യുദ്ധത്തിൻ്റെ ദുരിതവും വിഷമവും കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനേക്കാൾ വലിയ ദുരന്തമാണ് കേരളം. 50,000 ആളുകൾക്ക് ഒരു വർഷം പരിക്കേറ്റു. കഴിഞ്ഞ 10 കൊല്ലം 40,000 ആളുകളെ റോഡിൽ കൊന്ന് തള്ളിയ ഒരു നേതാവാണ് പിണറായി. റോഡിൽ പരിക്കേറ്റവർ സ്ഥിതി ഇതിനേക്കാൾ കഷ്ടമാണ്. ജഗദീഷ് ശ്രീകുമാറിനെ നമ്മളെ ഓർമ്മിച്ചാണ്. നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ജഗദീഷ് ശ്രീകുമാറിനെ കാണുമ്പോൾ നമുക്കിപ്പോൾ കരച്ചിൽ വരും. നമ്മൾ കഴിയിക്കുകയാണ്. കേരളത്തിലെ റോഡ് അപകടത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഏറ്റവും പാവപ്പെട്ടവരാണ് തെരുവച്ചെടുക്കുക. അവരെ ഓർമ്മിച്ചിട്ടാണ് പിന്നെ നരേന്ദ്രമോദി സ്വാനിധി പദ്ധതി ലക്ഷക്കണക്കിന് തെരുവച്ചവടക്കാർക്ക് പലിശരഹിത ലോൺ കിട്ടാൻ 1 ലക്ഷം വരെ 10,000, 20,000, 50,000 കൃത്യമായി അടച്ചാൽ 1 ലക്ഷം വരെ 1 ലക്ഷം ലോൺ കിട്ടിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടു. നമ്മുടെ വടകര റോഡ് സൈഡിൽ ഒരു എണ്ണക്കടി ചായക്കട നടത്തുന്നതാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഞാനവിടെ ചാവടിച്ചു പറഞ്ഞത്, എൻ്റെ ചെവിയിൽ വന്ന് സെൽഫിയെല്ലാം എടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം പറഞ്ഞത് ഞാൻ മോദിയുടെ ഫാനാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഈ ലോണ് 1 ലക്ഷം പലിശയില്ലാത്ത ലോൺ എൻ്റെ കുടുംബത്തെ വലിയ സ്വാധീനിച്ച്. അപ്പം ഞാൻ പറഞ്ഞ മോദിൻ്റെ ഫോട്ടോ ഈ കടയുടെ മുമ്പിൽ വെക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയാവില്ല, നമ്മുടെ നാട്ടിലെ ചിലപ്പോൾ കച്ചവടത്തെ ബാധിക്കും. പക്ഷെ അദ്ദേഹം ഞാൻ കാറ് കയറാൻ പോകുമ്പോൾ വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ്, സാറേ മോദിയുടെ ചിത്രം എൻ്റെ ചെറിയ തട്ടുകടയുടെ മുമ്പിൽ വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഹൃദയത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം. ഞാൻ ഈ 3 സ്കീം ചുരുക്കി പറയാൻ കാരണം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കേരളം ഞങ്ങൾ പിടിക്കും, കേരളത്തിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഈ സ്വാധീനം ജനങ്ങൾക്ക്. മോദിജിയുടെ ഡെവലപ്മെന്റ് പുതിയ തലമുറയെ സ്വാധീനിച്ചു. സാധാരണ ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ. അവരോട് 2 കൂട്ടരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജാഥയ്ക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനത്തിൽ വരുന്നത് 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ വന്ന് തങ്ക താമര അടയാളത്തിൽ രഹസ്യമായി വോട്ട് ചെയ്യുന്ന